ഹായ് ഫ്രണ്ട്സ്, യു പി വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഒരു ചെയറിൻ്റെ ഈ കാലിൻ്റെ മുകൾവശത്ത് ഒരു ഡിസൈനാണ്. ഒരു ഫ്ലവറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ വരുന്ന ഈ കാലിൻ്റെ ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ പണിയാനായിട്ട് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രെയിംസ് നമ്മൾ ലെവലുള്ള തടിയെ പണിയുന്ന പോലെ നമുക്കത് കറക്റ്റായിട്ട് അങ്ങനെ അടിച്ചുവിടാൻ പാടാണ്. അങ്ങനെ അടിച്ചുവിടാനായിട്ട് സാധിക്കത്തില്ല. എന്നുവെച്ചാൽ ഇതിങ്ങനെ ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ എതളുകൾ പണിയുമ്പോൾ അത് നോക്കി പണിതില്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടത് വളരെ സൂക്ഷ്മതയോടുകൂടിയും ചെറിയ ഉളികൾ വെച്ചുമാണ് ഈ ഒരു വർക്ക് ചെയ്യേണ്ടത്. പിന്നെ വേറെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു സൈഡ് പണിയുമ്പോൾ അങ്ങേ സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഒരു എതൾ കൊത്തിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് നോക്കി വേണം നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൂടെ ഇങ്ങനെ വരുന്ന വർക്കിന് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഈ ഒരു ഫ്ലവർ ഈ ഒരു കാലേ തന്നെയാണ് നമ്മളിത് വർക്ക് ചെയ്ത് പ്രൊജക്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഫ്ലവർ വെട്ടി ഒട്ടിച്ചേക്കുന്ന പോലെ തോന്നും. അങ്ങനെ തോന്നണം. ആ രീതി വേണം നമ്മളിത് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കുത്തിയാണിത് ഫിനിഷ് ചെയ്യുന്നത്. കൂടാതെ ഇതിന് മുകൾ വശത്തുള്ള ഈ ഒരു ബോള് നമ്മൾ പണിത് കഴിയുമ്പോഴത്തേക്കിന് അത് പോളിഷിങ്ങിലൊക്കെ വരുമ്പം ഈ കാലിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കും. അത് നല്ല ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് പോളിഷ് വരുമ്പോഴത്തേന് ഈ കാലിനൊരു പ്രത്യേക ഭംഗി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം കുത്തിയാണ് ഈ ഫ്ലവർ ഈ കാലേ തന്നെ ഈ ഒറ്റ തടിയെ തന്നെ നമ്മൾ പ്രൊജക്ഷൻ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.